അപ്പോൾ നമ്മൾ ഈക്വൽ സൈഡ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം, ഞാൻ 2 വരേണ്ടത്. ബി സി ഈക്വൽ ടു പി ക്യൂ എന്നല്ലേ പറഞ്ഞത്, പി ക്യൂ. ഇവിടെ ഞാൻ 3 ലൈൻസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. പി ക്യൂ. ഇനി നോക്കൂ, നമുക്ക് ഇതിലൊരു ആംഗിളാണ് തന്നിരിക്കുന്നത്, ഇതിലൊരു ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 60യുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നോക്കാം. ബി സി അല്ലേ, ബി സിക്ക് ഓപ്പോസിറ്റായ ആംഗിളാണ് 60. ഇവിടെ ബി സിയും പി ക്യൂവുമാണ് ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ പി ക്യൂ നോക്കൂ, പി ക്യൂ ആണിത്. പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതല്ലേ, ആംഗിൾ ആർ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് എത്രയാണ്? 60 വരും. ഞാൻ 60 ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നില്ല ഒന്നും കൊണ്ട് മാറ്റി എഴുതാം. 60 എഴുതിയിരിക്കും. ഇനി അടുത്ത് നോക്കൂ, ഇപ്പം നമ്മൾ 60ൻ്റെ പറഞ്ഞു. ഇനി ഇവിടെ 70 ആണല്ലേ. 70ക്ക് ഓപ്പോസിറ്റായ ആംഗിൾ ഏതാണ്? പി ആർ. പി ആറിന് ഈക്വൽ ഏതാന്ന് നമ്മൾ പറഞ്ഞിരിക്കുക. എന്താണ് പി ആർ അല്ലേ? ആർ പി ഓർ പി ആർ. പി ആറിന് ഈക്വൽ സി എ എന്നാണ് പറഞ്ഞിരിക്കുക. സി എ. സി എ ഇതല്ലേ. അപ്പോൾ സി എക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇത് ആംഗിൾ ബി. അപ്പോൾ ഈ ആംഗിൾ ബി എത്രയായിരിക്കും? 70. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി? 60 കിട്ടി, 70 കിട്ടി. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുക? നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കുക. എത്ര ഉണ്ടാവുക? ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഈ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് എ ബി സി എന്ന ട്രയാങ്കിളാണ്. ഇവിടെ എ ബി സി. അപ്പോൾ അടുത്ത് നമുക്ക് അറിയണം അല്ലേ. എ ബി സിയിൽ നോക്കൂ, എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60, ആംഗിൾ എ 60 ആണ്. നോക്കൂ, ആംഗിൾ എ 60 ആണ്, ആംഗിൾ ബി 70 ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെയാണ് കാണുക? നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ ആംഗിൾ എ 60, ആംഗിൾ ബി 70, ആംഗിൾ സി ആണ് കാണേണ്ടത്. എത്രയാവോ? 60 പ്ലസ് 70 എത്രയാണ്? ഇറ്റ് ഈസ് 130. ശരിയല്ലേ? പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ഇപ്പോൾ ആംഗിൾ സി എത്ര വരും? 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. ഇറ്റ് ഈസ് 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ സി നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി കിട്ടിയല്ലോ. മനസ്സിലായില്ലേ എങ്ങനെയാണ് 50 ഡിഗ്രി കിട്ടിയെന്ന്? ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് ആംഗിൾ എ എന്ന് പറയുന്നത് 60 ആണ്, ആംഗിൾ ബി 70 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എത്ര കിട്ടി? ഇറ്റ് ഈസ് 50. ആംഗിൾ സി ആണ് 50. സി എന്ന് പറയുന്ന ഏത് സൈഡിനാണ് ഈക്വൽ? എ ബി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ സി. എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ് നമ്മൾ പറഞ്ഞു? ക്യു ആർ. അപ്പോൾ ക്യു ആർ ആണിത്, ക്യു ആർ അല്ലേ. ക്യു ആറിന് ഓപ്പോസിറ്റായ ആംഗിൾ പി ഇത് എത്രയായിരിക്കും? അപ്പോൾ ആംഗിൾ പി എത്രയാണ് വരിക? ഇറ്റ് ഈസ് 50 ഡിഗ്രി. ഇത് 50 അല്ലേ, ഇത് 50 ആയപ്പോൾ ഇതും 50 ഡിഗ്രി. മനസ്സിലായോ? അപ്പോൾ 3 ആംഗിൾസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ഒരു അനദർ വേർഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിന് നമുക്കൊരു അനദർ വേർഷൻ കൊടുത്തിട്ട് നോക്കൂ. If sides of a triangle are equal to sides of another triangle, then the triangles are congruent. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ദീസ് ട്രയാങ്കിൾസ് ആർ സെഡ് ടു ബി കൺഗ്രുവൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യം, നമ്മൾ പഠിച്ച കാര്യം എന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഈ എ ബി സിയിൽ അല്ലേ, എ ബി സിയിൽ 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വലാണ്. ആംഗിളിൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഇവിടെ സൈഡ്സിൻ്റെ കാര്യമാണ്. ശ്രദ്ധിക്കണം, ആംഗിൾസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറയാം. ഇത് വളരെ കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇഫ് 3 sides of or if the sides of a triangle are equal to the sides of another triangle, then the triangles are said to be congruent. Congruent triangles എന്നാണ് പറയാം. ഓക്കെ, congruent. ഇപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾ എ ബി സിയും പി ക്യു ആറും കൺഗ്രുവൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, കൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണെങ്കിൽ അവയുടെ സൈഡ്സ് ഒരു ട്രയാങ്കിളുടെ സൈഡ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ മറന്നുപോയില്ലല്ലോ?
If the sides of a triangle are equal to the sides of another triangle, then the triangles are said to be congruent. ഇനി ഇവിടെ നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് ഇതൊന്ന് വരച്ചിട്ട് ചെയ്യാം, അപ്പോഴാണ് എളുപ്പം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് അപ്പൂൻ്റെ ബുക്കാണ്, അതൊക്കെ നമ്മൾ ചീത്തയാക്കിയാലേ അവനെ ശരിയാക്കി പോകും. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാം കേട്ടോ. A, B, C, D. ഓക്കെ, AB 8 ആണ്, BC 6 ആണ്, AD 8 ആണ്, BD 6 ആണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, അപ്പം നമുക്ക് താഴത്തേക്ക് ഒന്ന് എഴുതാം കേട്ടോ. ഇൻ ട്രയാങ്കിൾ ABC, ഏതാ ട്രയാങ്കിൾ ABC? ഇതാണ് ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABC ഇതാണ് ട്രയാങ്കിൾ ABD. ഓക്കെ, ട്രയാങ്കിൾ ABD. അപ്പോൾ എന്തൊക്കെ എഴുതാൻ പോണത്? ഏതൊക്കെ സൈഡ്സ് ആണ്? AC ഈക്വൽ ടു AD അല്ലേ? AC ഈക്വൽ ടു AD, AC ഈക്വൽ ടു AD ഈക്വൽ ടു 8 വേണമെങ്കിൽ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അടുത്ത് നോക്കൂ, BC ഈക്വൽ ടു BD, ശരിയല്ലേ? BC ഈക്വൽ ടു BD ഈക്വൽ ടു 6 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഒരു സൈഡ് എവിടെ? രണ്ടിൻ്റെയും നിങ്ങളിപ്പോൾ ഒരു സൈഡല്ലേ കാണാനുള്ളൂ, പക്ഷെ ആ സൈഡ്, this side is common to both the triangles. രണ്ടിനുള്ള സൈഡാണ്. AB എന്ന് പറഞ്ഞാൽ ഇതിനുള്ളതാണ്, AB എന്ന് പറഞ്ഞാൽ ഇതിനുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് AB ഈക്വൽ ടു AB എന്ന് എഴുതാം. തരണം, അതിൻ്റെ ലെങ്ത്ത് തന്നില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആംഗിൾസ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾസ് അല്ല, ആ ചോദ്യം നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ആർ ദി ആംഗിൾസ് ഓഫ് triangle ABC and ABD equal in the figure above. ഇതിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണോ? അതായത് ABCയുടെയും ABDയുടെയും ആംഗിൾസ് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ആൻസർ കൊണ്ടെത്തിക്കുക? നമുക്ക് എത്തിക്കണം, ആംഗിളൊന്നും തന്നിട്ടില്ല, ഒറ്റ ആംഗിൾ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടെത്തിക്കുക? അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്, അതായത് ട്രയാങ്കിൾ ABCയുടെയും ട്രയാങ്കിൾ ABDയുടെയും സൈഡ്സ് ഈക്വലാണ് അല്ലേ? 3 സൈഡ്സും ഇതിൻ്റെ 3 സൈഡ്സ് ഇതിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾസിന് എന്ത് പറയാം? സോ ദ ട്രയാങ്കിൾസ് ABC ആൻഡ് ട്രയാങ്കിൾ ABD ആർ എന്ത് പറയാം? ആർ കൺഗ്രുവൻറ്റ് അങ്ങനെ പറഞ്ഞൂടെ? കൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞൂടെ? കൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസ് കൺഗ്രുവൻ്റ് ആണെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? നമ്മൾ പഠിച്ചതാണ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ചോദ്യം, ആർ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD ഈക്വൽ എന്നാണ്. ഇതിലെ ആംഗിൾസും ഈക്വൽ ആണോ എന്ന് ചോദ്യം. ഈക്വൽ ആണ്. എന്താ ഈക്വൽ ആവാൻ കാരണം? ഇതിൻ്റെ 3 സൈഡ്സ് ഇതിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈ ഒറ്റ വേർഡ് മതി, കൺഗ്രുവൻറ്റ്. കൺഗ്രുവൻ്റ് ആണെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ, അതായത് സോ നമ്മൾ എന്ത് എഴുതണം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അങ്ങനെ എഴുതാം അല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെന്നുകൂടി പറയാം ആംഗിൾ ഏതൊക്കെയാണ്, ഈക്വൽ ആംഗിൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ വേഗം പറയണം. നീ നമ്മൾ വേഗം പഠിച്ചില്ലേ? അപ്പോൾ ഏതൊക്കെ ഈക്വൽ വരിക? വേഗം പറയൂ. AC 8, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ B അല്ലേ? ഇതാണ് ആംഗിൾ B. അപ്പോൾ ACക്ക് ഓപ്പോസിറ്റ് ആംഗിൾ B. ഇതേപോലെ ഏതാ ഇവിടെ? ADക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇറ്റ് ഈസ് അപ്പോൾ നമ്മൾ ആംഗിൾ B എന്ന് പറയാൻ പാടില്ല, കാരണം ആംഗിൾ B എന്ന് പറഞ്ഞാൽ പകുതിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ആംഗിൾ എങ്ങനെ പറയണത്? ആംഗിൾ ABC അങ്ങനെ പറയണം. അതായത് ഇവിടെ തുടങ്ങണം ABC, ഇതല്ലേ ആംഗിൾ, അല്ലെങ്കിൽ CBA അങ്ങനെ എങ്ങനെയെങ്കിലും വേണം പറയാം. അല്ലാതെ ഇത് ആംഗിൾ B എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. അത് ആംഗിൾ B അല്ല. ഇത് ആംഗിൾ ഇങ്ങനെയല്ല ആംഗിൾ വരിക. ഈ ആംഗിൾ നമ്മൾ പേര് ഒന്നുകിൽ ഇവിടുന്ന് തുടങ്ങാം അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ തുടങ്ങുമ്പോൾ ആംഗിൾ ABC. ഞാനിവിടെ എഴുതി തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോവാണ്. ആംഗിൾ ABC
ഏതിനാ ഈക്വൽ? എ ബി സി പറയൂ, ഏതിനാ ഈക്വൽ? എ ബി ഡി അല്ലേ? ആംഗിൾ എ ബി ഡി. അപ്പോൾ അത് ഈക്വലാണ്. ഇനി അടുത്ത പേര് ഏതാണ്? 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെയും നമ്മൾ എന്ത് പറയാൻ പാടില്ല? ആംഗിൾ എ എന്ന് പറയാൻ പാടില്ല. രണ്ടും കൂടി ചേരുമ്പോഴാണ് ആംഗിൾ എ ആവുക. കുറച്ച് ഈ ട്രയാങ്കിളാണ്, കുറച്ച് ഈ ട്രയാങ്കിളാണ്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം? ആംഗിൾ സി എ ബി എന്ന് പറയണം. മനസ്സിലായോ? ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു, ഇവിടെ അതായത് ബി സി 6-ന് ഓപ്പോസിറ്റാണ് ഈ ആംഗിൾ. ഇവിടെ 6 അല്ലേ ഇത്? ബി ഡി അല്ലേ 6? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇതല്ലേ ആംഗിൾ? അപ്പോൾ ഈ ആംഗിൾ നമ്മൾ എന്താ പറയുക? ഒന്നുകിൽ നിങ്ങൾക്ക് ബി എ ഡി എന്ന് പറയാം, അല്ലെങ്കിൽ ഡി എ ബി എന്ന് പറയാം. രണ്ടായാലും ഈക്വലാണ്. നോക്കൂ, അപ്പോൾ ഞാനിപ്പോൾ ബി എ ഡി എന്ന് പറയട്ടെ കേട്ടോ. ആംഗിൾ ബി എ ഡി രണ്ട് ഈക്വലാണ്. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്. 8-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു, 6-ന് ഓപ്പോസിറ്റിലായിട്ട് നമ്മൾ പറഞ്ഞു. നമ്മളെ തേർഡ് സൈഡ് ഏതാണ്? ഇറ്റ് ഇസ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളും കോമൺ ആണ്. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റായ ഒരു ആംഗിൾ ഇതാണ്, എ ബിക്ക് ഓപ്പോസിറ്റായ ഒരു ആംഗിൾ ഇതാണ്. ഇതിനെ പിന്നെ നമുക്ക് എന്ത് പറയാം? സി അല്ലെങ്കിൽ ഡി എന്ന് പറയാം. കാരണം ഇവിടെ ഒറ്റ ആംഗിൾ അല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ 2 ആംഗിൾസ് വരുന്നുണ്ട്, ഇവിടെ ഒറ്റ ആംഗിൾ അല്ലേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ സി എന്ന് പറയാം. പക്ഷെ ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് പറയാം? എ സി ബി എന്ന് പറയാം. ഞാനാണ് പറയട്ടെ. ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി. ആംഗിൾ എ ഡി ബി. ഓക്കെ, അപ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആണല്ലോ. അത് പഠിച്ചില്ലേ? അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാ ഇത് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ഇൻ ദ ഫിഗർ എബോ എന്നാണ്. എല്ലാം ഈക്വൽ ആണ്. എന്താ കാരണം? ബോത്ത് ദ ട്രയാങ്കിൾസ് ആർ കൺഗ്രുവൻറ്റ്. ഇൻ എ കൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെ നമ്മൾ എല്ലാ ആംഗിളും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിൽ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാഡ് മീൻസ് 4 എന്നാണ്. അപ്പോൾ 4 സൈഡ്സ് ഉള്ള ഏത് ഫിഗറിനെ നമ്മൾ പറയുന്ന പേര് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഉണ്ട്, എന്താ പറയുക, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റോംബസ് ഉണ്ട്, നിങ്ങളുടെ പാരലലോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരുപാട്. അപ്പോൾ ഈ സൈഡ്സിൻ്റെ അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ പെക്യുലാരിറ്റിക്ക് അനുസരിച്ച് അതിന് ഓരോരോ പേര് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പെക്യുലാരിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, 4 സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നു. മറന്നു പോവോ ഇനി? ക്വാഡ്രിലാറ്ററൽ മീൻസ് ഫിഗർ വിത്ത് 4 സൈഡ്സ്. ബാക്കിയൊന്നും നമുക്കറിയില്ല. അതിൽ എ ബി ഈക്വൽ ടു എ ഡി. ഏതാ എ ബി? എ ബി, ഇതാണ് എ ബി. ഓക്കെ, ഇതാണ് എ ബി. എ ബി ഈക്വൽ ടു എ ഡി. ഇത് മനസ്സിലായോ? ഈ എ ബിയും ഈ എ ഡിയും ഈക്വലാണ്. ബി സി ഈക്വൽ ടു സി ഡി. ഇതാണ് ബി സി. ഞാൻ 2 വരയിടാം കേട്ടോ. ബി സി ഈക്വൽ ടു സി ഡി. ഓക്കെ, കമ്പ്യൂട്ട് ഓൾ ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. നേരത്തെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. 30 ആണ്, 50 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തൊരു പേപ്പറിലേക്ക് വരയ്ക്കാം. നമുക്ക് പേപ്പറിൽ വരച്ചാലോ? നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കൂളൊക്കെ തുറക്കാൻ ലേറ്റാവും ചിലപ്പോൾ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ എന്ത് കാര്യങ്ങളും. നോക്കൂ, ഇതാണ് ക്വാഡ്രിലാറ്ററൽ തന്നിരിക്കുന്നത്. ഏതൊക്കെ ക്വാഡ്രിലാറ്ററൽ? എ ഡി സി ബി. ഇതിൽ സൈഡ്സ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ സൈഡ്സ് എ ബി ഈക്വൽ ടു എ ഡി നമുക്ക് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എ ഡി, ബി സി ഈക്വൽ ടു സി ഡി. ഇവിടെ ഈ ആംഗിൾ അവർ തന്നിട്ടുണ്ട് കേട്ടോ, 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കൂ, എ ബി ഈക്വൽ ടു എ ഡി ഇത്, ബി സി ഈക്വൽ ടു സി ഡി ഇത്. അപ്പോൾ തേർഡ് സൈഡ് നമുക്ക് എന്താ എഴുതാം? എ സി. ഈ എ സി ഇതിൽ രണ്ടിനുള്ളതല്ലേ, അപ്പോൾ എ സി ഈക്വൽ ടു എ സി എന്ന് എഴുതാമല്ലോ. എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ട്രയാങ്കിൾ എ ബി സി ആൻഡ്
triangle ACD are congruent എന്ന് പറയാം അല്ലേ, കൺഗ്രുവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, എന്താ പറയാൻ പറ്റും, സോ ദി ആംഗിൾസ് അങ്ങനെ എഴുതണം, ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇനി നമുക്ക് ആംഗിൾസ് നോക്കാം. ഏതൊക്കെ ആംഗിൾ അപ്പോൾ ഈക്വൽ ആയിരിക്കുക, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആണ്. ഏതൊക്കെ അപ്പോൾ എ ബി എ ഡി അല്ലേ, എ ബി ആൻഡ് എ ഡി. ഇതിന് ഓപ്പോസിറ്റ് അതാ, ഈ എ ബിക്ക് ഓപ്പോസിറ്റാണ് ഇത് അല്ലേ. ഇതിനെ നമ്മൾ 50 ആണ്, സി എന്ന് പറയാൻ പാടില്ല, എന്താ പറയണ്ടത്, ബി സി എ. അപ്പോൾ ആംഗിൾ ബി സി എ ഏതിനാ ഈക്വൽ, ബി സി എ പറയൂ, ഏതിനാ ഈക്വൽ, ബി സി എ. ഈ ആംഗിൾ ഇതിന് ഈക്വൽ ആയിരിക്കും, എ ബി എന്ന സൈഡിനോട് എ ഡി അല്ലേ ഈക്വൽ വരിക. അപ്പോൾ എ ഡിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ ഇതാണ്. ഓക്കെ, ഇതല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, എ സി ഡി, ആംഗിൾ എ സി ഡി. അപ്പോൾ ഇതിൽ ബി സി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 50 അല്ലേ. അപ്പോൾ എ സി ഡി എത്രയായിരിക്കും, രണ്ടും 50 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് 50, അപ്പോൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നോക്കൂ, ഈ ആംഗിൾ 30 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏതിനാണ് ഓപ്പോസിറ്റ്, ഈ സൈഡിനാണ് ഓപ്പോസിറ്റ് അല്ലേ, ഈ ആംഗിൾ സി ഡി. അപ്പോൾ സി ഡിക്ക് ഈക്വൽ ബി സി ആണ്, ബി സി എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ. അപ്പോൾ സി ഡിക്ക് ഓപ്പോസിറ്റ് 30 ആണെങ്കിൽ ബി സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതല്ലേ. ഈ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് പറയുക, സി എ ബി എന്നാണ് ഈ ആംഗിളിനെ പറയാം, സി എ ബി. ഞാനിവിടെ എഴുതുകയാണ്, ആംഗിൾ തന്നിരിക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബി സിയും സി ഡിയും, ബി സിക്ക് ഓപ്പോസിറ്റായ ആംഗിളാണ് ഇത്. എങ്ങനെ എഴുതുക, സി എ ബി, ആംഗിൾ സി എ ബി ഈക്വൽ ടു സി ഡിക്ക് ഓപ്പോസിറ്റ്, ഇതാ സി ഡി ഇതല്ലേ, സി ഡിക്ക് ഓപ്പോസിറ്റ് ഇതിൽ എങ്ങനെ എഴുതുക, ഡി എ സി, ആംഗിൾ ഡി എ സി എത്രയായിരിക്കും, ഡി എ സി നമുക്ക് തന്നിട്ടുണ്ട് 30, അപ്പോൾ സി എ ബി എത്രയായിരിക്കും, 30, രണ്ടും 30. അപ്പോൾ ഇത് നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ ആംഗിളും അതും ഈക്വൽ ആയിരിക്കുന്ന ഉറപ്പല്ലേ, കാരണം ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഏത് ആംഗിൾ നമുക്ക് ആദ്യം എങ്ങനെ എഴുതി നോക്കാം, ആംഗിൾ എ ബി സി, എ ബി സി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി. ഇത് പക്ഷെ എത്രയാണെന്ന് നമുക്കറിയില്ല, അപ്പോൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ എ സി ഡി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഡി എ സി എന്ന് പറയുന്ന ഈ ആംഗിളും, അതായത് ആംഗിൾ ഡി എ സി പ്ലസ് ഇതിനെങ്ങനെയാണ് പറയുക, ഈ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് പറയുക, എ സി ഡി, ആംഗിൾ എ സി ഡി പ്ലസ്, അപ്പോൾ ഇത് പറഞ്ഞു ഇതാ പറയാമല്ലോ അല്ലേ, എ ഡി സി, ആംഗിൾ എ ഡി സി. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, ഈ ട്രയാങ്കിൾ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം അല്ലേ, 180. ഇതിൽ ഡി എ സി എന്നിട്ടുണ്ടോ, ഡി എ സി എത്രയാണ്, 30 ഡിഗ്രി പ്ലസ് എ സി ഡി എന്നിട്ടുണ്ടോ, എ സി ഡി അല്ലേ, എത്രയാ, 50 പ്ലസ് എ ഡി സി, ഇത് തന്നിട്ടില്ല, ഇത് നമുക്ക് കാണേണ്ടത്. ആംഗിൾ എ ഡി സി ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. 30 പ്ലസ് 50 80. അപ്പോൾ 80 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ഡി സി ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി സി എത്രയായിരിക്കും, 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. സോ ഇറ്റ്സ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് വരും. ഓക്കെ, സോ ഇറ്റ്സ് ഈക്വൽ ടു 100. കണ്ടോ, നോക്കൂ, ഇതും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താവില്ല, ഈ ആംഗിളും ഇതും കൂടെ കൂട്ടുമ്പോഴാണ് 180 കിട്ടേണ്ടത്. അതിൽ ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയായിരിക്കും, 180 ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തത് കിട്ടും. അതാണ് ഞാനിവിടെ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 100 ആണ് കിട്ടിയത്. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇറ്റ്സ് ഈക്വൽ ടു ഓൾസോ ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 100 ഡിഗ്രി.
ഇപ്പം എല്ലാം കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. If the angles of a triangle are equal to angles of another triangle, would their sides also be equal എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഇപ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത് രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, അതായത് ഒന്നിൻ്റെ സൈഡ്സ് മറ്റൊന്നിൻ്റെ സൈഡ്സുമായിട്ട് ഈക്വൽ ആയാൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചത്. അതായത് സൈഡാണ് നമ്മൾ പറയുന്നത്. കൺഗ്രുവൻസിയിലൊക്കെ സൈഡാണ് പറയുന്നത്, അല്ലാതെ ആംഗിൾ അല്ല. സൈഡ് ഈക്വൽ ആകുമ്പോൾ ആംഗിൾ ഈക്വൽ ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ ഈക്വൽ ആയാൽ സൈഡ് ഈക്വൽ ആവുമോ എന്നൊരു ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് കണ്ടുപിടിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയണ്ടേ ഈക്വൽ ആവുമോ എന്നുള്ളത്. അപ്പോൾ ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയില്ലേ? ഒരു ലൈൻ വരയ്ക്കാം. ഇതിനൊരു പേര് കൊടുക്കുക, AB എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ എത്രയെങ്കിലും ആവട്ടെ, ഇതൊരു 5ഓ അല്ലെങ്കിൽ 10ഓ അത്ര എടുക്കുക. ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തോളൂ വേണമെങ്കിൽ, എടുത്തിട്ട് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു ആംഗിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കുക കേട്ടോ. ഒരു പ്രൊട്രാക്ടർ വയ്ക്കുക. അറിയാം വരയ്ക്കാൻ. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് മെഷർ ചെയ്തിട്ട് ഇവിടെ ഒരു 60 വരച്ച് നോക്കും. എളുപ്പമാണ്. ഒരു 60 വരയ്ക്കുക. ലൈൻ ഇങ്ങനെ ഇടുക. ഇനി ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു 70 ഡിഗ്രി വെച്ചു എന്നിട്ട് നേരെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടും ഇവിടെ. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം 70, 60, 130, 130, 180 മൈനസ് ഇത് ഇവിടെ 50 ഉണ്ടാവും. C50 ആണ്. അപ്പോൾ നമുക്ക് ABC നമ്മൾ വരച്ചു കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? വേറൊരു ലൈൻ വരയ്ക്കാം. ഇതൊരു 10 അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. ഇതേപോലെ PQ, ഇത് PQ. ഓക്കെ. ഇതേപോലെ ഇവിടുന്ന് നമ്മൾ ഈ 60 ഇവിടുന്ന് എടുക്കുക. 60 എടുക്കുക. ഈ 70 ഇവിടുന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? എല്ലാ ട്രയാങ്കിളാണെങ്കിലും എത്രയാണ് വരിക? 180 അല്ലേ വരിക. അപ്പോൾ ഇത് 60, ഇത് 70, ഇത് 50 കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സൈഡും ഈ സൈഡൊക്കെ ഒന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് ഈ രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണോ നോക്കുക. മനസ്സിലായോ? അപ്പോൾ നോക്കി വയ്ക്കുക. ഞാൻ നാളെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓൺലൈൻ ട്യൂഷന് ആവശ്യമുള്ളവർ റീന മിസ് നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കും, സൂം വഴി അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ പാരൻസുമായിട്ട് ചോദിച്ചിട്ട് ഒരു ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാം കേട്ടോ. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വിളിക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ് ഫ്രീ ആണ് കേട്ടോ. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ബൈ.